പ്രിയപ്പെട്ടവരെ, ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കവിയും അധ്യാപകനും പ്രഭാഷകനുമായ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ബക്കർ മേത്തലയുടെ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചാള, ചെമ്മീൻ, ബ്രാൽ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. വായനശാലയെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദകരമായ ഒരു ചടങ്ങിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ നാടുമായി ദീർഘകാലത്തെ ബന്ധമുള്ള, ഈ വായനശാലയുമായി ഏറെ അടുപ്പമുള്ള, ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഈ വായനശാലയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ബക്കർ മാഷിൻ്റെ കവിത വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ വായനശാല പ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾക്ക് അനൽപമായ ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അതിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചിത്രകാരനായ ശ്രീ JR പ്രസാദ് അവറുകളാണ്. നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ശ്രീ JR പ്രസാദിനെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്നത് തുമ്പൂർ ലോഹിതാക്ഷൻ മാസ്റ്ററാണ്. പ്രിയപ്പെട്ട തുമ്പൂർ ലോഹിതാക്ഷൻ മാസ്റ്ററെ, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബക്കർ മാസ്റ്ററെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രിയപ്പെട്ട കവിയും പ്രഭാഷകനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എന്നും ആശയവും ആവേശവുമായ പ്രിയപ്പെട്ട ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ അവറുകളാണ്. ശ്രീകുമാറേട്ടനെ ഏറെ സ്നേഹത്തോടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബക്കർ മാഷിൻ്റെ ശിഷ്യനും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനവുമായ ശ്രീ MS ബനേഷാണ്. ബനേഷിനെ മാഷിൻ്റെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അഭിവന്ദിയായ ഗുരുനാഥ പ്രൊഫസർ VK സുബൈദ അവറുകളാണ്. ഏറെ ആദരവോടെ സുബൈദ ടീച്ചറെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ പ്രസാദ് കാക്കശ്ശേരി, ശൈലജ, സന്ധ്യ തുടങ്ങിയവരും ഈ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ ലളിതമായ വാക്കുകളിൽ സംസാരിക്കുന്നുണ്ട്. ഈ 3 പേരെയും ഒറ്റ വാക്കിൽ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഔപചാരികമായി ഈ ചടങ്ങിന് നന്ദി പറയുന്നത് സുഹൃത്തായ ശ്രീ PL തോമസ് കുട്ടി അവറുകളാണ്. ഈ ചടങ്ങിലേക്ക് തോമസ് കുട്ടി ചേട്ടനെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യ കേന്ദ്ര സാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട കവി, അധ്യാപകൻ, പ്രഭാഷകൻ, പല മേഖലകളിലും തൻ്റെ സാന്നിധ്യം കൃത്യമായി അറിയിച്ചിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ ബക്കർ മാഷ്, ഔപചാരികതയുടെ പേരിൽ ബക്കർ മാഷെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി തുമ്പൂർ ലോഹിതാക്ഷൻ മാഷെ സാദരം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സാമൂഹിക ജീവിതം അസാധാരണമായ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവിത മേഖലകളും അതിജീവനത്തിന് പുതിയ ബദലുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക രംഗം അതിജീവനം തേടുന്നത് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ജൈവികമല്ലെങ്കിൽ കൂടി കൂടുതൽ ആളുകളുടെ സാന്നിധ്യം ഈ പുതിയ പരിപാടി ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ആഹ്ലാദകരമായൊരു കാര്യമാണ്. സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെ സർഗ വൈഭവത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച എഴുത്തുകാരനാണ് ശ്രീ ബക്കർ മേത്തല. എങ്കിലും ബക്കർ പ്രതിഭയുടെ കാന്തസ്പർശം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ വെളിപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളിലാണ്. പ്രത്യേകിച്ചും മേഘരാഗം, കടൽജലം തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ബക്കർ മേത്തലയുടെ ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ മത്സ്യങ്ങളെക്കുറിച്ച് എന്ന പുതിയ കവിതാ സമാഹാരം ഈ പുതിയ രീതിയിലൂടെയാണ് പ്രകാശിപ്പിക്കപ്പെടുന്നത്. ഈ സമാഹാരത്തിലെ 3 കവിതകളും കടലും പുഴയും
മീനുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മീനുകൾ മനുഷ്യരുടെ ഉഭയജീവിതത്തിൻ്റെ പ്രതിരൂപമായി ഈ കവിതകളിൽ ഉണർന്നു കിടക്കുന്നുണ്ട്. അതേസമയം തന്നെ ആധുനിക ജീവിതത്തിൻ്റെ സന്നിഗ്ധതകളും ആകുലതകളും സംഘർഷങ്ങളും അവിടെയുണ്ട്. അതോടൊപ്പം ശുഭാപ്തി വിശ്വാസം പുലർത്തുന്ന ഒരു കവിയെയും നമുക്ക് ഈ സമാഹാരത്തിൽ കണ്ടെത്താനാവും. ഈ കവിതകളെ വ്യത്യസ്ത രീതിയിൽ നോക്കിക്കാണുന്ന MS മനേഷിൻ്റെയും KS ജോസഫിൻ്റെയും മുൻകുറിപ്പുകളും VK സുബൈദയുടെയും ഈ സന്ധ്യയുടെയും പിൻകുറിപ്പുകളും ഈ സമാഹാരത്തിൻ്റെ ഹൈലൈറ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. ഈ കവിതകൾക്ക് ഇനിയും പുനർവായനകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ സമാഹാരം പ്രകാശനം ചെയ്യുന്നതിന് ശ്രീ കുരിപ്പുഴ ശ്രീകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കവിയും ഗാനരചയിതാവും ഗദ്യകാരനുമായ ബക്കർ മേത്തല മലയാള സാഹിത്യത്തിൽ സ്വന്തം ഇരിപ്പിടം നേടിയെടുത്ത കലാകാരനാണ്. പല മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾക്കിടയിൽ കാവ്യ സബരിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കവിതയുടെ ഏകാന്ത ധ്യാനത്തിലെത്തുമ്പോൾ കാവ്യസന്യാസിയായി മാറുന്നു. കവിയുടെ ഭാവനാ സഞ്ചാരം അക്ഷരങ്ങളിലൂടെ ഊർന്നു വീഴുമ്പോൾ ഭാഷയ്ക്ക് ലഭിക്കുന്ന കാവ്യശില്പങ്ങൾ വായനക്കാർ ഏറ്റുവാങ്ങുന്നു. ഈ കവിതയാണ് ഗാനമായി ഒഴുകുന്നതും ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്നതും. കവിതയായി മാറുന്ന അക്ഷരഭാവനയ്ക്കും താളവും സംഗീതവുമുണ്ട്. കാലിക ജീവിതത്തിൻ്റെ അനുസരണക്കേടുകളെ നർമ്മം ചാലിച്ച് അവതരിപ്പിക്കുന്നത് പ്രതിഷേധത്തിൻ്റെ സ്വരമായാണ്. അത് ആഹ്വാനമല്ല, ഉപദേശവുമല്ല. ഒരു കലാകാരൻ്റെ സമൂഹത്തോടുള്ള കടപ്പാടെന്നും പറയാൻ പറ്റില്ല. ബോധപൂർവമല്ലാതെ കാവ്യസിദ്ധിയിൽ നിന്ന് അറിയാതെ ഊർന്നു വീഴുന്ന കലഹങ്ങളാണത്. ഇതൊക്കെയാണ് ബക്കർ മേത്തല എന്ന കവിയിലെ സൃഷ്ടി വിചാരങ്ങൾ. ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന കാവ്യസമാഹാരത്തിൻ്റെ തലക്കെട്ട് നീണ്ടുപോയില്ലേ എന്ന് സംശയിക്കാം. ആവർത്തിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ആ വാക്കുകളുടെ താളവും സൗന്ദര്യവും കൃത്യമായി അനുഭവപ്പെടും. ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്നാണല്ലോ പുസ്തകത്തിൻ്റെ പേര്. ചേർത്ത് വായിച്ചു നോക്കൂ. ഇത് കവിതയല്ലേ? അതേ, കവിത തന്നെയാണ്. പുസ്തക പേര് പോലെ തന്നെയാണ് ഉള്ളിലെ കവിതകളിലെ ഓരോ കവിതയുടെയും പേരുകളും. അവയും വിചിത്ര സ്വഭാവത്തിലുള്ളതാണ്. അത് കവിയുടെ സ്വാതന്ത്ര്യം, കവിയുടെ പ്രതിഭ മിന്നലാട്ടം. കടലും മീനും വിഷയമായ കുറേ കവിതകൾ ഇതിലുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും പുസ്തകപ്പേര് തികച്ചും അനുയോജ്യം. ഈ മത്സ്യങ്ങളെക്കുറിച്ചും മറ്റും ബക്കർ മേത്തല പാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ ലയിച്ചിരിക്കാം. ഈ കടൽമുത്തുകളെ സ്നേഹിക്കാം. നമുക്കും ഒത്തുചേർന്ന് ഏറ്റുപാടാം. S. ജോസഫ്, MS ബനേഷ്, പ്രൊഫസർ VK സുബൈദ, ഡോക്ടർ E. സന്ധ്യ എന്നിവരുടെ ഒക്കെ
കാവ്യവിചാരങ്ങൾ ഈ പുസ്തകത്തിൻ്റെ കനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഡീസിയുടെ പുസ്തക നിർമ്മിതിയും വിലപ്പെട്ടതാണ്. ഇതിലെ കവിതകൾക്ക് കുറച്ച് സ്കെച്ച് രചിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കരുതട്ടെ. ബക്കറിൻ്റെ മീൻ പുരാണങ്ങൾക്ക് ഞാൻ ആസ്വദിച്ച് വരച്ചു. കോവിഡ് കാലത്തെ പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്ന ഈ പുസ്തക പ്രകാശനം അകലത്തിൽ നിന്നാണെങ്കിലും ഒരേ മനസ്സിൻ്റെ ഇഴയെടുപ്പം പ്രസരിക്കുന്നു. ഇതൊക്കെ കാലത്തിൻ്റെ ഓരോരോ മാജിക്കുകളാണ്. ഈ മാന്ത്രിക നിമിഷത്തിൽ ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ പുസ്തക ചടങ്ങിൻ്റെ ഉദ്ഘാടന ചുമതലയേൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ നിമിഷത്തിൽ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കവി എന്ന നിലയിലും സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും കേരളത്തിൽ വളരെ ശ്രദ്ധേയനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബക്കർ മേത്തലയുടെ പുതിയ പുസ്തകം ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന് പേരിട്ടുള്ള ഈ കാവ്യപുസ്തകം വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, സൗഹൃദത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഞാൻ പ്രകാശനം ചെയ്യുന്നു. ഒരു കാവ്യപുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ആ പുസ്തകത്തിലെ കവിത വായിക്കുക എന്നതാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം. ഈ പുസ്തകത്തിലെ ഒരു കവിത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ദൈവങ്ങളുടെ പടം വിൽപ്പനക്കാരൻ. തെരുവിൽ നിരത്തിയിട്ട വർണ്ണ ചിത്രങ്ങളിൽ കൃഷ്ണനും ശിവനും സരസ്വതിയും വിളയാടി. ക്രിസ്തുവും ഗുരുബാബയും തലയിൽ പ്രകാശവലയങ്ങളുള്ള മനുഷ്യ ദൈവങ്ങളും വെയിലിൽ ദാഹിച്ചു കിടന്നു. മക്കത്തെയും മദീനയിലെയും പള്ളികളുടെ പടങ്ങൾ ഭക്തർക്കായി കാത്തിരുന്നു. ചുമരുകളിൽ ഞാണ്ട് കിടക്കാൻ കൊതിച്ച ചില പെൺ ദൈവങ്ങൾ ബോറടിച്ചപ്പോൾ ആൺ ദൈവങ്ങളോട് പ്രേമം കൂടി മതഭേദമില്ലാതെ. പടം വിൽപ്പനക്കാരൻ എല്ലാ ദൈവങ്ങൾക്കും ഒരേ വിലയിട്ട് വിറ്റുകൊണ്ടിരുന്നു. ദൈവങ്ങളുടെ പടവും വാങ്ങി ജനങ്ങൾ സന്തോഷപൂർവ്വം വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. നീ ഞങ്ങളുടെ ദൈവത്തിൻ്റെ പടം മാത്രം വിറ്റാൽ മതി. ലഹളക്കാരുടെ കൽപ്പന കേട്ട് പടം വിൽപ്പനക്കാരൻ ചിരിച്ചു. കുപിതരായ അവർ അയാളുടെ നെഞ്ചിൽ ശൂലങ്ങൾ കയറ്റി. അപ്പോൾ ഒരു നിലവിളി ഭൂമിയെ പിളർന്ന് പുതിയൊരു നദിയെ ഉത്ഭവിപ്പിച്ചു. അവർ ദൈവങ്ങൾക്ക് തീയിട്ടു. തീ പിടിച്ച ദൈവങ്ങൾ ആഞ്ഞു വീശിയ കാറ്റിലകപ്പെട്ട് വട്ടം കറങ്ങി പാതിവെന്തും ചാരമായും പാറി വീണ് പടം വിൽപ്പനക്കാരൻ്റെ ശവത്തിന്മേൽ പുഷ്പവൃഷ്ടി നടത്തി. തെരുവിൽ തൊട്ടടുത്തിരുന്ന ഭ്രാന്തനായ ചിത്രകാരൻ അചഞ്ചലനായി ഇരുന്ന് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഇരുന്നു. ചോരയും ചാരവും തീനാളവും നിലവിളിയും ചേർത്ത് അയാൾ തൻ്റെ പുതിയ ചിത്രം വരച്ചു. അതിനടിയിൽ അയാൾ ദൈവം എന്ന് എഴുതി വച്ചു. ശൂലമുന കയറി മരിച്ച പടം വിൽപ്പനക്കാരൻ്റെ മുഖമായിരുന്നു ആ ദൈവത്തിന്. ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ പ്രകാശനം ചെയ്ത ശ്രീ ബക്കർ മേത്തലയുടെ ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന കവിതാ സമാഹാരം ഏറ്റുവാങ്ങിയതിന് ശേഷമുള്ള ഈ നിമിഷങ്ങളിലെ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വിശാലമായ ഒരു കടലിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും നീന്തിത്തുടിക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ അവസ്ഥയാണ്. അതേസമയം തന്നെ കടലിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇടപെട്ട മത്സ്യത്തിൻ്റെ പിടയുന്ന അവസ്ഥയും കൂടെയാണ്. ഈ രണ്ടവസ്ഥകളും ഈ പുസ്തകത്തിൽ പല രൂപത്തിൽ, പല ഭാവത്തിൽ കവിതകളായി പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ മാനവികത എന്ന വാക്കാണ് മനുഷ്യന്റെ ആത്യന്തികമായ സവിശേഷ ഗുണത്തിന്റെ പ്രതിനിധാനം എന്നുള്ള നിലയിൽ ഭാഷയിൽ ഉപയോഗിക്കുന്നത്.
മീനുകളെ സംബന്ധിച്ച് മീനുകളായിരിക്കുക എന്ന അവസ്ഥയുടെ സവിശേഷതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരുപക്ഷെ ഭാഷയിൽ നിഘണ്ടുവിൽ മീനവികത എന്ന വാക്കുകൂടി ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ മാനവികതയും മീനവികതയും പരസ്പരം അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപക്ഷെ ഈ കവിതയിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാട് എന്ന അവസ്ഥയെക്കുറിച്ച്, കാടിൻ്റെ അഗാധതയെക്കുറിച്ച്, അതിൻ്റെ വിസ്തൃതിയെക്കുറിച്ച്, വിശാലതയെക്കുറിച്ച്, ആ വിശാലതയ്ക്കകത്ത് അത് ഒളിച്ചു വച്ചിരിക്കുന്ന സൂക്ഷ്മ പ്രപഞ്ചത്തിൻ്റെ വിശാല രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും ആഴത്തിലും വ്യാപ്തിയിലും നമ്മോട് സംസാരിച്ചിട്ടുള്ള കവിത ഡി വിനേന്ദ്രൻ മാഷിൻ്റെ കാട് എന്ന കവിത തന്നെയാണ്. പക്ഷേ മലയാള ഭാഷയിൽ കടലിനെ ആ രീതിയിൽ കവിതയിൽ അഭിമുഖീകരിച്ചിട്ടുള്ള കവികൾ എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയുമിരിക്കുന്നു. അത്തരമൊരു സവിശേഷ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ ജലവും ജലജീവികളും മനുഷ്യൻ്റെ പ്രതിനിധാനത്തിൻ്റെ വാഹകരായി നിൽക്കുന്ന ഈ പുസ്തകത്തെ കാണേണ്ടത്. ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. നന്ദി. ബക്കർ മേത്തലയുടെ ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന കവിതാ സമാഹാരത്തിൻ്റെ വായന അദ്ദേഹത്തിൻ്റെ തന്നെ കടൽ ജലം എന്ന കവിതാ സമാഹാരത്തിൻ്റെ ചില വായനാനുഭവ തലങ്ങളിലേക്കും എന്നെ കൊണ്ടുപോയി എന്നതാണ് വാസ്തവം. നമുക്കൊന്നും അത്ര പരിചിതമല്ലാത്ത എന്നാൽ ഏറെ അഗാധവും ആയ കടൽ എന്ന ഒരു അപരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള കടലിലെ ചില ജീവസഞ്ചയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത ജലരാശികളുള്ള ജലജീവിതം ഉള്ള ഒരു സമാഹാരമായിട്ടാണ് ഈ പുസ്തകം അനുഭവപ്പെട്ടത്. ഈ കവിത എങ്ങനെയാണ് നമ്മളെ സ്പർശിക്കുന്നത് എന്ന് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പഠനം നിർവഹിച്ച ശ്രീ MS ബനീഷ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. മാനവികതയും മീനവികതയും എന്നാണ് ആ പഠനത്തിൻ്റെ പേര്. മത്സ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട് ഈ കവിതയെ മുൻനിർത്തി. എനിക്ക് തോന്നിയത് ഈ കവി വിവിധ മത്സ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ചാള, ബ്രാൽ, ചെമ്മീൻ, കരിമീൻ, അങ്ങനെ നമുക്ക് പരിചിതമല്ലാത്തതും തുപ്പലുകുടിയൻ ഉൾപ്പെടെയുള്ള അപരിചിതവുമായ ഒരുപാട് പരിചിതമായതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളെപ്പറ്റി ഈ കവി പറയുന്നുണ്ട്. അവയുടെ ജീവിതത്തിലൂടെ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ, നമ്മുടെ കാലത്തെ സംബന്ധിച്ചുള്ള ചില അടയാളങ്ങൾ രൂപപ്പെടുന്നതെന്നും ഈ കവി അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളായി ഈ സമാഹാരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് തോന്നിയത്. എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, ബക്കർ മേത്തലയുടെ ദേശം കൊടുങ്ങല്ലൂരാണ്. ഒരു ദേശ സംസ്കൃതി, വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ, മാനവികതയുടെ ഒരു സാംസ്കാരിക പരിസരം, ബഹുസ്വരതയുടേതായൊരു അന്തരീക്ഷം ഒക്കെയുള്ളൊരു ദേശമായിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനമുള്ളൊരു ഇടമാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹിത്യ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിലൊക്കെ തന്നെ നിർണായകമായൊരു കാവ്യകളരി ഉണ്ടായിരുന്നു. ആ കാവ്യകളരിയിൽ രൂപപ്പെട്ട ഒരുപാട് കവിതകൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്നു. പ്രത്യേകിച്ചും മൃഗങ്ങളെ വെച്ചുകൊണ്ട്, പക്ഷികളെ വെച്ചുകൊണ്ട്, മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥാപാത്രങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള വെൺമണി പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട ഒരുപാട് കവിതകൾ, കവി മൃഗാവലി എന്നും കവി പക്ഷിമാല എന്നും കവി പുഷ്പമാല, കവി രാമായണം, കവി ഭാരതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രതിനിധാനങ്ങളെ ചിലതിനെ അടർത്തിയെടുത്ത് വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലേക്ക് നിവേശിപ്പിക്കുന്ന ഒരു കാവ്യരചനാ രീതി ഉണ്ട്. അത്തരം ഒരു കാവ്യരചനയെ പുതിയ കാലത്ത് പുനർനിർവചിക്കുകയും പുനർനിർണയിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രക്രിയ ഈ കവി നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം കടലിലെ വിവിധ മത്സ്യങ്ങളെപ്പറ്റി, നമ്മുടെ തോട്ടിറമ്പിലും പുഴയിലും ഒക്കെയുള്ള മത്സ്യങ്ങളുടെ ഒരു ജീവിതത്തെ സംബന്ധിച്ച്, മത്സ്യങ്ങളുടെ ലോകങ്ങളെപ്പറ്റി ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് കവിതകൾ ഇതിലുണ്ട്. പക്ഷേ ഇതൊരു വെൺമണി പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട കവികളെപ്പോലെ ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഇകഴ്ത്താനോ പുകഴ്ത്താനോ അല്ല, സരസമായോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിനോ വേണ്ടി പറയുന്നതല്ല. എന്നാൽ അതേസമയം ചില സൂക്ഷ്മ രാഷ്ട്രീയങ്ങൾ ഉള്ളടങ്ങുകയും ചില ജീവിതക്രമങ്ങളെ പുനരാലോചിക്കാനും
പുനർനിർവചിക്കാനുമുള്ള ഒരു ഉപാധി എന്ന രീതിയിൽ വ്യത്യസ്തമായ ആഖ്യാന മാതൃകകളിലൂടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഈ സമാഹാരത്തിലെ വിവിധ മത്സ്യങ്ങളെക്കുറിച്ചുള്ള കവിതകൾ എന്നെ ബോധ്യപ്പെടുത്തിയത്. പ്രധാനമായിട്ടും ഈ കവിത നിർവഹിക്കുന്ന രാഷ്ട്രീയ തലം, കടലിലെ മത്സ്യം കരയിലെത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയമായ പരിണാമം, കമ്പോളത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും അതേസമയം വ്യത്യസ്തമായ രീതിയിലുള്ള അതിൻ്റെ ജീവസഞ്ചാര പദങ്ങളും ഒക്കെ പറയുന്നു. അത് ഒരു സ്ഥാനപ്പെടുന്ന രീതിയിലുള്ള ചില ഏറ്റിറക്കങ്ങളെപ്പറ്റി, മേൽക്കീഴ് ബന്ധങ്ങളെപ്പറ്റിയൊക്കെ ചില സൂചനകൾ നൽകിക്കൊണ്ട് ഒക്കെ ഈ കവി ആ മത്സ്യങ്ങളുടെ ജീവിത സഞ്ചാരത്തിൻ്റെ രാഷ്ട്രീയ പദങ്ങളും സൂക്ഷ്മമായ ഒരു ചരിത്ര ബോധ്യത്തോടുകൂടി സാംസ്കാരിക നിർവഹണത്തോടുകൂടി അദ്ദേഹം അത് കവിതയിലൂടെ സ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളതാണ് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇതിലെ പ്രാർത്ഥന എന്ന് പറയുന്നൊരു കവിത തന്നെ നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും എന്നാണ്. മത്സ്യത്തിൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു ചൂണ്ടയിലും വലയിലും പെടല്ലേ എന്നാണ്. അതേസമയം ചൂണ്ടക്കാരൻ്റെ പ്രാർത്ഥന തൻ്റെ ചൂണ്ടയിൽ നല്ല നല്ല മീനുകൾ കുടുങ്ങട്ടെ എന്നാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന കേട്ട ദൈവം അങ്കലാപ്പിലാകുന്നുണ്ട്. കാരണം ദൈവം സ്വയം ഒന്ന് ഫ്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ പ്രാർത്ഥനയുടെ ആനുകൂല്യം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ള ഒരു അങ്കലാപ്പിലായി പോകുന്ന ദൈവത്തെപ്പറ്റി ഈ കവിത നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയ സ്വരങ്ങളും സാംസ്കാരിക ബോധ്യങ്ങളും ഒക്കെ രൂപപ്പെട്ട അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് വികസിക്കുന്ന ഭാഷയുടെ സൂക്ഷ്മതയും ആഖ്യാനത്തിൻ്റെ വൈവിധ്യങ്ങളും പ്രമേയപരമായ വ്യതിരിക്തതകളും ഈ സമാഹാരത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമാഹാരം അങ്ങനെ മത്സ്യങ്ങളുടെ ജീവിതത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വികസിക്കുന്ന, രൂപപ്പെടുന്ന ഒന്നല്ല എന്നുകൂടി നമുക്ക് വേറെ ചില കവിതകൾ നമ്മെ ബോധ്യപ്പെടുത്തും. പലതരത്തിലുള്ള കവിതകൾ, പ്രണയത്തെ സംബന്ധിച്ച്, കവിതയെ സംബന്ധിച്ച്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബഹുലതകളെ സംബന്ധിച്ച്, മതേതര ബോധ്യങ്ങളെ സംബന്ധിച്ച് ഒക്കെയുള്ള ഒരുപാട് കവിതകളും ഈ സമാഹാരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നെയ്തൽ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് സംഘകാലത്തെ തിണസങ്കല്പത്തിൽ ഏറ്റവും പ്രധാന സ്ഥലരാശിയായിട്ടുള്ള നെയ്തൽ എന്ന തീരദേശ സ്ഥലരാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനുഭവ തലങ്ങൾ ആവിഷ്കരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി നിർവഹിക്കുന്ന ഈ രചനകൾ ഉള്ളടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ചില സാരാംശങ്ങൾ സൂക്ഷ്മമായും പുനർവായിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഏറ്റവും ക്രിയാത്മകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുകൂടി തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒരു കവിതമരം എന്ന് കവിതയെ പറ്റിയിട്ട് തന്നെയുള്ള ഒരു കവിതയാണ് കവിതമരം. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്താം. ഒടുവിൽ എല്ലാവരാലും നിരാകരിക്കപ്പെട്ട എൻ്റെ കവിത മണ്ണിൽ ഞാൻ കുഴിച്ചിട്ടു. പിറ്റേ ദിവസം അവിടെ വളരെ വലിയ ഒരു മരം മുളച്ചു പൊന്തി. അതിൽ ചുവന്ന പൂക്കളും നക്ഷത്രങ്ങളും ഇടകലർന്ന് പൂത്തുനിന്നു. തീർച്ചയായിട്ടും കവിത ഒരു നിക്ഷേപമാണ്. അതൊരു മണ്ണിൽ നിക്ഷേപിച്ച് കാലാന്തരത്തിൽ വികസിക്കുന്ന എന്നർത്ഥത്തിലല്ല. മണ്ണിൽ കുഴിച്ചിട്ട ഒരു കവിത, അല്ലെങ്കിൽ ജൈവപ്രകൃതിയിൽ ലയിക്കുന്ന, ജൈവപ്രകൃതിയോട് ഒട്ടി നിൽക്കുന്ന ഒരു കവിത തീർച്ചയായിട്ടും മുളച്ചു പൊന്തുമെന്നും അത് ചുവന്ന പൂക്കളും നക്ഷത്രങ്ങളും ഇടകലർന്ന് പുതിയ ആകാശത്ത് നിവർന്നു നിൽക്കും എന്ന് തന്നെയാണ് ഈ കവിതയുടെ ബോധ്യം. അത് ഈ കവിതയുടെ സൂക്ഷ്മ വായനയിൽ ഈ കവിതയ്ക്ക് അത്തരമൊരു ജീവിതത്തിൻ്റെ ഒരു വിശാലത അവകാശപ്പെടാൻ കഴിയും എന്നുള്ള ബോധ്യത്തിൽ ഞാൻ ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി അത്തരം അഭിവാദ്യങ്ങളോടെ ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നന്ദി. ശ്രീ ബക്കർ മേത്തലയുടെ പുതിയ കവിതാ പുസ്തകം ചാള, ബ്രാല്, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെ കുറിച്ച് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നടക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്. പൊതുവെ തന്നെ ബക്കറിൻ്റെ കവിതകളിൽ ജലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഴുടം. കരയിലുള്ളതിനേക്കാൾ എന്തോ ഒന്ന് കൂടുതലായിട്ട് ജലത്തിലുണ്ട്. പിന്നെ വിവിധ സ്പർശങ്ങൾ, അത് അടുക്കി വെച്ചിട്ടുള്ള വാഴുകൾ, ഇങ്ങനെ ഒരുപാട് ജലസാന്നിധ്യം. നേരത്തെ തന്നെ നമ്മൾ കടൽ ജലം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് തന്നെ. നമ്മൾ ബക്കറിൻ്റെ പുസ്തകങ്ങളിൽ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്, ജലത്തിൻ്റെ സാന്നിധ്യം.
ജലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പലതരം സ്പർശങ്ങൾ കൊണ്ടും നമ്മളതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിൻ്റെ ഒരു ബോധമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ജലം. കാരണം നമ്മുടെ ബോധത്തിൻ്റെ അങ്ങേ തലത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഓർമ്മയുണ്ട്. നമ്മൾ മറുവിളയിലേക്കുള്ള ജലമാണ് അത് ഗർഭസ്ഥ ശിശുവിനെ ഇങ്ങനെ താങ്ങി പിടിക്കുന്ന പോലെ അത് ഗീതാഹിന്റെ കവിതയിലുള്ള വരികയാണ്. ഇത് നമ്മളെ ജലം അങ്ങനെ സുരക്ഷിതത്വം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തോന്നൽ കൂടി നമുക്ക് പത്രത്തിലെ കവിതയുടെ വായനകളിലൂടെ അമിതമായ ജലത്തിൻ്റെ സാന്നിധ്യം, അങ്ങനെ സ്നേഹത്തിൻ്റെ ചില ഓർമ്മകൾ, സുരക്ഷിതത്വത്തിൻ്റെ ചില ഓർമ്മകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് പറയേണ്ടതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത മീനുകളുടെ വിനാലെ എന്നൊരു കവിത. വളരെ മനോഹരമായിട്ട് ആ ഒരു പുതിയ ലോകത്തിൻ്റെ, നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ അശാന്തികളും അതിൻ്റെ അക്രമോത്സുകതയും നമുക്കതിൽ ജീവിക്കുന്ന വേവലാതികളും ആകുലതകളും ഒക്കെ ഈ ഒരു കവിത കൊണ്ട് ബക്കർ വളരെ മനോഹരമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മീനുകൾക്ക് സ്വതവേ തന്നെ മീനുകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അതിജീവനത്തിനുള്ള ഒരു പൊരുതി നിൽപ്പാണ്. എപ്പോഴും കടലുണ്ട്, കടലിൽ ഇങ്ങനെ നിലയില്ലാത്തൊരു വാഴ്വതുണ്ട്. ആ തിരകളെ മുറിച്ച് കടക്കേണ്ടതുണ്ട്. പിന്നാലെ കടലിങ്ങനെ സദാസമയം ഇരച്ച് കടലുണ്ട് പുറകെ. അപ്പോൾ അതിൻ്റെ ആ വാലിളക്കം തന്നെ വാസ്തവത്തിൽ ഒരു കലയാണ്. ഒരു ബിനാലയിലെ അല്ലെങ്കിൽ ഒരു ആവിഷ്കാരമാണ്. ഈ ആവിഷ്കാരത്തിൻ്റെ അസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനന്തമായിട്ടുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ആവിഷ്കാരത്തിൻ്റെ അസാധ്യതകളൊക്കെ എങ്ങനെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ മറികടക്കാമെന്ന് മീനുകൾ നമ്മളെപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഈ ബിനാലയിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു മീൻ അല്ലെങ്കിൽ ഒരു മീൻകൂട്ടം ഒരു ഇൻസ്റ്റലേഷൻ നടത്തുകയാണ്. അതിന് പണ്ടെങ്കോ തകർന്നടിച്ചു പോയ ഒരു വഞ്ചിയുടെ ഭാഗങ്ങൾ, ദ്രവിച്ചു പോയ ഒരു പങ്കായം, മുള്ളുകൾ, മുത്തുകൾ, ഇതൊക്കെ എടുത്തിട്ട് ഒരു പ്രതിഷ്ഠാപനം അത് നടത്തുന്നുണ്ട്. അതുപോലെ ഒരു കപ്പൽക്ഷേത്രത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ് ഒരു വാലിളക്കത്തിലൂടെ ഒരു മീൻ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഇതിൻ്റെ സാധ്യതകൾ വേറെ ഒന്നിലേക്ക് കടക്കാണ് പെട്ടത്. പെട്ടെന്ന് മീനുകൾ കടലൊന്ന് ഇളകുന്നു. കുറേ മീനുകൾ ഇങ്ങനെ തീരത്തേക്ക് അടിഞ്ഞായിരുന്നു. അവ പിടഞ്ഞ് അത് വളരെ മനോഹരമായ വരികൾ. പിടഞ്ഞ് മീനുകൾ ഒരു പിരമിഡ് ഉണ്ടാക്കുന്നു. അതിലൊരു വലിയ മീൻ സ്വയം ഫ്രീസ് ചെയ്ത് ഒരു മമ്മിയാകുന്നു. അപ്പോഴാണ് ഒറ്റ മീനിൻ്റെ വിചാരം, ഈ വിചാരം കഴിഞ്ഞാൽ കടലിലേക്ക് തിരിച്ചു പോകും എന്നുള്ള വിചാരത്തിൻ്റെ ഒരു സന്തോഷം സഹിക്കാൻ പറ്റാതെ അതിൻ്റെ ഒരു മീനിൻ്റെ ഉടലൊന്ന് തുളുമ്പുകയും ഈ പിരമിഡ് ആകെ തകർന്നടിയുകയും ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ആവിഷ്കാരത്തെ തടയുന്ന സ്വപ്നങ്ങളെ, വിദൂരമായൊരു സ്വപ്നമാണ് അവർക്ക് പിന്നാലെ ഉണ്ടെന്നുള്ളൊരു വിദൂരമായ സ്വപ്നത്തിലാണ് അവർ കയറി വരുന്നത്. ആ സ്വപ്നമാണ് അവിടെ തകർന്ന് അടിയുന്നത്. അപ്പോൾ സർഗാത്മകതയ്ക്ക് അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതിനെ തടയുന്ന, സർഗാത്മകതയെ തടയുന്ന, ഒരു എതിർവാക്കിനെ തടയുന്ന പുതിയ ഒരു അധികാര ധാർഷ്ട്യം, ഭരണകൂടത്തിൻ്റെ ഒരു ധാർഷ്ട്യം കൂടി ഈ കവിതയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അശാന്തമായ ആ ലോകത്തിൻ്റെ ഒരു ചിത്രം മനോഹരമായിട്ട് ഈ മീനുകളുടെ വിനാലെ എന്ന കവിത ആവിഷ്കരിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു മനോഹരമായ കവിതയാണ് പെയ്ത്തുമീൻ. പെയ്ത്തുമീൻ എന്നത് നമ്മുടെ ഒരു സങ്കല്പമാണ്. പെയ്ത്തുമീൻ വാസ്തവത്തിൽ മാനത്തിൽ നിന്ന് വീഴുന്നതല്ല. എങ്കിലും നമ്മൾ അങ്ങനെയാണ് അതിനെപ്പറ്റിയുള്ള നമ്മുടെ ഒരു വിചാരം, അത് ആകാശത്ത് നിന്ന് വീഴുന്നതാണെന്നാണ്. അപ്പം അതിനിടമില്ല, അതിന് ഊരില്ല, അതിന് പേരില്ല. അനേകം പേര്, ഓരോ മീനിനും ഓരോ പേരുണ്ട്. ഈ കവിതയുടെ പ്രത്യേകത ഓരോ മീനെയും തോട്ടിലാകട്ടെ, പുഴയിലേതാകട്ടെ, കടലിലേതാകട്ടെ, കായലിലേതാകട്ടെ, ഓരോ മീനിനെയും പേരിട്ട് വിളിക്കുമ്പോൾ ഈ പെയ്ത്ത് മീനിനൊരു പേരില്ല, അത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. അപ്പം അതിൻ്റെ ആ ഇടത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു അസ്വസ്ഥത, അതിൻ്റെ
അതിൻ്റെ സ്വത്വത്തിൻ്റെ തന്നെ ഒരു അസ്ഥിരതയായിട്ട് മാറുകയാണ്. ഇപ്പോൾ പെയ്ത്തിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ വാക്ക് ഏത്, വാഴ് ഏത്? വാക്ക് ഈ വാക്കാണ് എൻ്റെ കളിയാട്ടം, അതുപോലെ വാഴുവാണ് നീരാട്ടം. അപ്പം നിന്റെ കനവേത്, കനിവേതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കനവ് ഒരു പെരുമീൻ കനവാണ്, നിലവ് ചെറുമീൻ നിലവ്. അപ്പോൾ ചെറുമീനുകളെ കുറിച്ചുള്ള ആ വിചാരങ്ങൾ ഒഴിഞ്ഞ ഓരങ്ങളിലേക്ക് മീനുകളുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ ഒരുപാട് അഴകില്ലാത്ത പേരുകളുള്ളവർ, അഴകില്ലാത്തവർ, തെറിച്ച് പോന്നവർ, വലിയൊരു കുലത്തിൽ നിന്ന് തെറിച്ച് പോന്നവർ, അങ്ങനെ ഈ സവർണ അവർണ ഭേദം, കീഴാള മേലാള ഭേദമൊക്കെ ഈ മീനുകളുടെ ഇടയിൽ വരുന്നുണ്ട്. ഇപ്പോൾ പെയ്ത്ത് മീൻ അക്കൂട്ടത്തിൽ ഈ ഇതിൻ്റെ അസ്ഥിരമായ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒന്നായിട്ടാണ് ഈ പെയ്ത്ത് മീനിന്. ഇവിടെ അത് കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഇഷ്ടം എൻ്റെ രുചിയോടുള്ള ഇഷ്ടമാണല്ലോ എന്ന് അതിനൊരു വരി അങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മീനുകളിലൂടെ തന്നെ നമ്മുടെ തൽക്കാല ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സമകാലിക ജീവിതത്തിൻ്റെ ഈ ലോകത്തിൻ്റെ തന്നെ എല്ലാ അവസ്ഥകളും, അത്ര സുഖകരമല്ലാത്ത ഈ അവസ്ഥകളൊക്കെ ഈ മീനുകളിലൂടെ തന്നെ മക്കൾ വരച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനുകളുടെ പേരുകൾ തന്നെ വളരെ ഭംഗിയില്ലാത്ത പേരുകൾ, തുപ്പലൂടിയൻ, അതൊരു പൂച്ചുട്ടി, തുപ്പലൂടിയനൊക്കെ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. തുപ്പലൂടിയൻ അതിൻ്റെ വളരെ കാതലായൊരു ഭാഗമാണത്. തൻ്റെ പൂർവികരെ ഈ തുപ്പലൂടിയൻ കളിയാക്കുന്നുണ്ട്. ബ്രാലിനെ പിടിക്കാനുള്ള ചൂണ്ടയിൽ ചേർന്ന് കുടുങ്ങിയിട്ട് മണ്ടത്തരം പറ്റിയത്. പക്ഷെ അതിനെ ഒരു വരി ഇങ്ങനെ അവസാനിക്കുന്നുണ്ട്, വെവ്വേറെ ഓർമ്മകളിൽ കിടന്ന് ഈ തുപ്പൽക്കുടിയിലും ബ്രാലും രണ്ടും ഒരേ വംശത്തിൽപ്പെട്ടതാണ്, പക്ഷെ ജാതിദോഷം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇത് വെവ്വേറെ ഓർമ്മകളിൽ കിടന്ന് കിടങ്ങുന്നുണ്ട്. അത് വളരെ വളരെ ശക്തമായിട്ട് എന്തോ മക്കൾ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വരികളിൽ ഒതുക്കുകയാണ്. പിഴച്ചിലൊക്കെ എന്താണെങ്കിലും ആ പിഴച്ചിലിൽ പോലും അവസ്ഥാഭേദങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഉയർച്ച താഴ്ച ഭേദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. ഇനി എനിക്ക് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എടമുക്ക് എന്നുള്ള ഒരു രാജ്യം, അതിലെ പ്രാദേശിക അതിൻ്റെ ഒരു ഉൾനാടൻ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ ജീവിതം, അവിടുത്തെ ഭാഷ, അവിടുത്തെ തൊഴിലുകൾ, ജീവിതം, ഇതൊക്കെ ഈ കവിതയിലേക്ക് വളരെ മനോഹരമായിട്ട് അവിടുത്തെ ഭാഷ വരുന്ന വരവ്. ആ ഒരു വിലാപം എന്നുള്ള കവിതയിലൊക്കെ അറിയാം. വിലാപം എന്നുള്ള കവിത വളരെ കുറച്ച് വരികളുണ്ടെങ്കിൽ ഇതിലെ ഏറ്റവും മികച്ച കവിതകളിലൊന്ന് തന്നെയാണ് വിലാപം എന്നുള്ള കവിതയിൽ. ഉറക്ക ഇങ്ങനെ വിലാപകാവ്യങ്ങളുടെ സ്വഭാവം തന്നെയല്ല അത്. നമ്മൾ വിലാപകാവ്യങ്ങൾ എപ്പോഴും ഉള്ളിലൊതുക്കിയ ചില ചിന്തകൾ ഇങ്ങനെ പിന്നെപ്പോഴോ പുറത്ത് വരുന്നതായിട്ടാണ് വിലാപകാവ്യങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിൽ അലമുറയിട്ട് കരയുന്ന ഒരു ഭാര്യയാണ് അതിനുള്ളത്. ഭർത്താവ് അവിടെ മരണത്തിൽപ്പെട്ടു പറയുന്നതിന് കരയുന്നതിനിടയിൽ എണ്ണിപ്പറക്കി വിളിച്ചു പറയുന്നൊരു കരച്ചിലാണ്. ഈ APL ആയത് ഒരു പണിയില്ലാത്ത ഇരിക്കുന്നവന് APL ആയിട്ട് അത് BPL ആക്കാൻ പോയതാണല്ലോ. റേഷൻ പെട്ടിയും മണ്ണെണ്ണ കുപ്പിയും എടുത്ത് പോയപ്പോൾ ഞാൻ വിചാരിച്ചത് റേഷൻ മേടിക്കാനാണെന്നല്ലോ. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ പേര് എനിക്കത് കാണാൻ വയ്യല്ലോ, എന്നെയും കൂടി എടുത്ത് തരുവേ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യത്തിൽ ശരിക്കും ആ ഇടമുക്കിൻ്റെ ഒരു സാന്നിധ്യം ആ കവിതയിൽ നിറച്ച് ഉണ്ടെന്നുള്ളതാണ്. ഇനി മക്കൻ്റെ പൊതുവെ തന്നെ മക്കൻ്റെ കവിതയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മക്കൾ ശരിക്കും ഈ പുതിയ കവിതകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കവിതയ്ക്ക് ചില ധർമാധർമ്മ വിചിന്തനങ്ങളുടെ ഭാരം കവിത ചുമക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ്. ചില സത്യ അസത്യം ഇവയുടെ വേർതിരിവ് അല്ലെങ്കിൽ കാൽപ്പനികത, അകാൽപ്പനികത, ഇതൊക്കെ കവിതയിൽ ഭാരമാണെങ്കിൽ ഭാരമാകട്ടെ എന്ന് തന്നെയാണ് മക്കൾ വിചാരിക്കുന്നത്. എന്തോ ചെയ്യാനുണ്ട് എനിക്ക് ഈ സർവചരാചരങ്ങളോടും പ്രകൃതിയോടുമൊക്കെ തനിക്ക് കവിതയ്ക്ക് അതെന്തോ കടപ്പാടുണ്ട്. നന്മകളെ ചൂണ്ടിക്കാണിക്കുന്നത് കവിതയ്ക്ക് ചില സ്ഥാനമുണ്ട് എന്നൊക്കെ കവിതയുടെ ധർമ്മത്തിൻ്റെ കാര്യത്തിൽ കുറേ ഒരു ഉത്കൃഷ്ടമായ ചില വിചാരങ്ങളാണ് ബക്കറിന് ഉള്ളത്. അപ്പോൾ പുതിയ കവിതകളൊക്കെ അത് നിഷേധിക്കുന്ന പുതിയ കാലത്തിൻ്റെ കവിതകൾ അങ്ങനെ ഒരു ഭാരമൊന്നും ഏൽക്കാൻ തയ്യാറാകാത്ത കവിതകളാണ്. പറയുന്നുണ്ട് നിരുപോയരോട്, നിങ്ങൾ എൻ്റെ ഒരു കവിത, ഈ പുസ്തകത്തിലൊക്കെ വേറെ കവിതാമരം എന്നുള്ളതിൽ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര വെട്ടിക്കളഞ്ഞാലും ഞാൻ എൻ്റെ കവിത
ഒരു മരമായിട്ട് മുളച്ചു വരും. അതിൻ്റെ ഇലകളിലൊക്കെ എൻ്റെ കവിതകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ചോട്ടിൽ വന്ന് പ്രണയികൾ തണലേൽക്കും. അതിൻ്റെ കൊമ്പത്ത് കിളികൾ വന്നിരിക്കും. അതിനുള്ള പഴങ്ങൾ തിന്നും. ലോകത്തിന് അതിൻ്റെ തണൽ നൽകും. ഇങ്ങനെയൊക്കെ വളരെ വളരെ നല്ല കവിതയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ജീവിതത്തെയും സത്യത്തെയും കവിതയിൽ നിന്ന് വേർതിരിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ് ഈ കവി പറയുന്നത്. അതൊന്നിച്ചാണ്, അതിന് വേർതിരിക്കാനാവില്ല. കവിത എന്ന് പറഞ്ഞാൽ അതിലുണ്ട് ജീവിതവും അതിൻ്റെ സത്യവും കൂടെ അതിന് ചേർന്നിട്ടുള്ളതാണ്. അതിന് ചോദ്യം ചെയ്യാൻ വരുന്നവർക്കുള്ള ശിക്ഷയാണ് അധ്യാത്മരാമായണം 60 പ്രാവശ്യം വായിച്ചിട്ട് വായിക്കുക. അത് ഉറക്കെ വായിക്കണമെന്നാണ്. ഉറക്കെ വായിക്കുക. നമുക്കറിയാം അധ്യാത്മരാമായണം 60 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും എങ്ങനെയാണ് നമുക്ക് ധർമ്മചിന്തകളുടെ ഒരു ബോധം നമുക്ക് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ കവിതയ്ക്ക് വലിയ ഉദ്ദേശമുണ്ട്, വലിയ ലക്ഷ്യമുണ്ടെന്നൊക്കെ തന്നെ ഒക്കെ വിശ്വസിക്കുന്നു. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൽ മനോഹരമായ കുറേ കവിതകളും കൂടി ഇനി ഉണ്ട് ഇതിനെ കുറിച്ച് തന്നെ. അപ്പോൾ സമയം കുറവുന്നുണ്ട്. ഞാൻ ഇത് പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ഭക്തറിന് എല്ലാവിധ ആശംസകളും, ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ബക്കർ മേത്തലയുടെ ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ മത്സ്യങ്ങളെക്കുറിച്ച് എന്ന പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും വാട്സപ്പ് എന്ന ഈ ഡിജിറ്റൽ മാധ്യമത്തിലൂടെ ഒരാളിൻ്റെ ദീർഘകാലത്തെ അന്വേഷണവും ഭാവനയും സങ്കല്പവും ആത്മാവിഷ്കാരവും ഒക്കെ അടങ്ങുന്ന ഒരു പുസ്തകത്തെ വാക്കുകളിൽ, ഏതാനും ചില വാചകങ്ങളിൽ, മിനിറ്റുകളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പരിചയപ്പെടുത്തേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു ശ്രമം നടത്തുകയാണ്. കേവലം ഏതാനും ചില കാര്യങ്ങൾ, 1-2 കവിതകളെ മാത്രം പരാമർശിക്കാൻ പറ്റുകയുള്ളൂ എന്ന വലിയൊരു പരിമിതിയുണ്ട് ഇവിടെ. എങ്കിലും ഈ ഒരു ശ്രമം അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസാന പുസ്തകം എനിക്ക് പരിചയപ്പെടുത്താൻ കിട്ടിയ അവസരത്തെ ഞാൻ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചിത്രശാലയിലെ മത്സ്യങ്ങളിൽ തുടങ്ങി പകരം എന്ന കവിതയിൽ അവസാനിക്കുന്ന 51 കവിതകളടങ്ങുന്ന സമാഹാരമാണ് ഈ പുസ്തകം. ഇതിലെ ആദ്യ കവിത ചിത്രശാലയിലെ മത്സ്യങ്ങളിൽ തുടങ്ങുന്നു. അതിൽ നക്ഷത്രങ്ങളുടെ ചെകിളപ്പൂക്കൾ കൊരുത്തെടുത്ത മാല കൊണ്ട് ഒരു നീല മത്സ്യം കടും കറുപ്പാർന്ന ഒരു മീനിൻ്റെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തി. പേരറിയാത്ത തൻ്റെ പഴയ തലമുറയിലെ ചാള, അയില, മുള്ളൻ, വേളൂരി തുടങ്ങിയ പരമ്പരാഗത മത്സ്യങ്ങളുടെ ഫോസിലുകൾ തിരഞ്ഞു. പുതിയ മത്സ്യങ്ങൾ. ചില മത്സ്യങ്ങൾ പുറത്തിറങ്ങി കടലിലേക്കുള്ള വഴി ചോദിച്ചു. മറ്റു ചില മത്സ്യങ്ങൾ പുഴയിലേക്കും തോടുകളിലേക്കും വഴി ചോദിച്ചു. ഇവിടെ നമ്മൾ കടലിലേക്ക് വഴി ചോദിച്ചു, പുഴയിലേക്കും തോടുകളിലേക്കുമുള്ള വഴി ചോദിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് കവി തൻ്റെ വളരെ കൃത്യമായ സാമൂഹികമായ ഒരു ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്ര സാമൂഹ്യ ബോധത്തെ അടയാളപ്പെടുത്തുന്നു എന്ന് കാണാം. കടലിലേക്ക് മീനിന് വഴിയറിയാതിരിക്കുകയും പുഴയിലേക്കും തോടുകളിലേക്കും വഴിയറിയാതെ ഇരിക്കുന്നു എന്ന് പറയുന്നിടത്ത് തൻ്റെ ചരിത്രം അറിയാതെ പോകുന്ന ഒരു ജനതയും തൻ്റെ ചുറ്റുപാടുകളെ അറിയാതെ പോകുന്ന, തൻ്റെ വഴികളെ സ്വയം തിരിച്ചറിയാതെ പോകുന്ന, അങ്ങനെ ഒട്ടേറെ തരത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ബിംബങ്ങൾ, കൽപ്പനകൾ ഭാഷയിലും വിഷ്വലായും ഇവിടെ നൽകിപ്പോരുന്നുണ്ട്. പുഴ, തോട് എന്നീ പദങ്ങളുടെ അർത്ഥമറിയാത്ത ആളുകൾ കുളം എന്ന് ഞങ്ങൾ കേട്ടിട്ടേയില്ലെന്ന് പറഞ്ഞു. തീർച്ചയായും അതൊരു പരിഹാസം കൂടിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ തിമിംഗലമായിരുന്ന ഒരു മീൻ തൻ്റെ ഭീമാകാരം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ആർട്ടിസ്റ്റ് മാധവമേനോൻ ഗാലറിയിലേക്ക് തിരിച്ചു പോകാൻ വഴിയറിയാതെ കുറേ മീനുകൾ ടാറിട്ട റോഡിൽ വെന്തുപൊള്ളി. വഴിയറിയാതെ ഉഴലുന്ന ആളുകൾ, അല്ലെങ്കിൽ വഴി തിരസ്കരിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ വഴി അടയ്ക്കപ്പെട്ടവർ, വഴി നഷ്ടപ്പെട്ടവർ എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ വെന്തുരുകുന്നത്, പുള്ളി അളിയുന്നത് എന്നത് നമുക്ക് ഓർത്തെടുക്കാൻ നമ്മുടെ ചിന്തയെ, നമ്മുടെ ഓർമ്മയെ കൊണ്ടുപോകുന്നു ഈ വരികൾ. ഒരു മത്സ്യം മാത്രം കരയുന്ന നക്ഷത്രം പോലെ ഫ്രെയിമിൽ നിന്നും വേർപെടാനാവാതെ ആകാശത്തിനും കടലിനും മധ്യയായി പിടഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ആത്മവേദന, അതാണ് സംഘർഷം, അതാണ് രാഷ്ട്രീയമായ ആലോചന. അതുതന്നെ ആയിരിക്കില്ലേ പ്രതിരോധവും പ്രതിബദ്ധതയും സമരവും കലഹവുമൊക്കെ എന്ന് ഞാൻ സന്ദേഹിക്കുന്നു. ഞാൻ അങ്ങനെ അതിനെ കാണാൻ ശ്രമിക്കുന്നു. ചിത്രശാലയിലെ മത്സ്യങ്ങൾ തുടങ്ങി മത്സ്യങ്ങളുടെ പിന്നാലെ മത്സ്യങ്ങളെ വരയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആൾ, ഇങ്ങനെ ചിത്രവും ശില്പവുമൊക്കെ ഈ കവിതകളിൽ അടുത്തടുത്ത് തന്നെ പരാമർശിക്കപ്പെടുകയും അതിലൂടെ
കാഴ്ച കുറച്ചുകൂടി വ്യക്തമാക്കി ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. കവിത എന്നത് കാഴ്ച കൂടിയാണെന്നും ചിത്രം കൂടിയാണെന്നും ശില്പം കൂടിയാണെന്നും ഒക്കെ ഒരു കാഴ്ച കാണാനാണ് കവി നമ്മളെ ഇവിടെ ക്ഷണിക്കുന്നത്. അതോടൊപ്പം തന്നെ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, രാഷ്ട്രീയമായ ചില അന്ധത നിറഞ്ഞ സമകാലിക ഇന്ത്യയുടെ ചിത്രങ്ങളിലേക്ക് നമ്മളെ കവി കൂട്ടിക്കൊണ്ടുപോകുന്നു. ദൈവങ്ങളുടെ ചിത്രം വഴിയോരത്ത് വിൽക്കുന്ന വിൽപ്പനക്കാരന് അടുത്ത കാലത്തായി നേരിടുന്ന ബുദ്ധിമുട്ട്, ഏതൊക്കെ ദൈവങ്ങളുടെ ചിത്രം വിൽക്കാം, ഏതൊക്കെ ദൈവങ്ങളുടെ ചിത്രം മറച്ചു വയ്ക്കപ്പെടണം എന്നൊക്കെയുള്ള വലിയ ആകുലതകൾ, സമകാലികമായി നമ്മളേറെ പരാമർശിക്കപ്പെട്ട ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു ഈ ദൈവങ്ങളുടെ ചിത്ര വിൽപ്പനക്കാരൻ. അതോടൊപ്പം ബസ് സ്റ്റാൻഡിന് മുൻപിലെ കോഫി ഹൗസിന് മുന്നിൽ വിവസ്ത്രയാക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന സ്ത്രീയുടെ ചിത്രത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ സ്ത്രീയുടെ അവസ്ഥ, ഇന്നലെ ഹത്രാസിൽ നടന്നതുൾപ്പെടെയുള്ള മുഴുവൻ സ്ത്രീ വിരുദ്ധ, സ്ത്രീയെ സാമൂഹികമായും ശാരീരികമായും ആക്രമിക്കപ്പെടുന്ന, പൊളിറ്റിക്കലായി ഒറ്റപ്പെടുത്തപ്പെടുന്ന, ഭരണഘടനാപരമായി കിട്ടേണ്ട പരിരക്ഷ കിട്ടാതിരിക്കുന്ന എല്ലാത്തരം രാഷ്ട്രീയ അവസ്ഥകളിലേക്കും നമ്മളുടെ ശ്രദ്ധയും വേദനയും ക്ഷണിക്കുകയാണ് കവി ഇവിടെ. അതോടൊപ്പം തന്നെ കവിത എന്നാൽ നമുക്കറിയാം എല്ലാ കാലത്തും പ്രണയമാണ്. രാഷ്ട്രീയം പറയുന്നതും പ്രണയത്തിലൂടെയാണ്. സാമൂഹ്യ വിഷയങ്ങൾ കവിതയിൽ പറയുന്നതും പ്രണയത്തിലൂടെയാണ്. നമുക്കെപ്പോഴും, പ്രത്യേകിച്ച് മലയാളികൾക്ക്, കവിത പ്രണയവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വേദനിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും, ഗൃഹാതുരത ഉണ്ടാകുമ്പോഴും വിരഹമുണ്ടാകുമ്പോഴും ഒക്കെ നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത്, സമാധാനത്തിന് വേണ്ടി തേടിയിട്ടുള്ളത്, ഉറക്കെ പാടിയിട്ടുള്ളതും അനാഥമാക്കപ്പെട്ട് കടൽ തീരത്തൂടെ അലയുന്ന ആളിൻ്റെ ചുണ്ടിലും പൊഴിയുന്നത് ഒരു വിരഹഗാനമായിരിക്കും, അല്ലെങ്കിൽ ഒരു കവിതയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇവിടെയും കവി മീനുകളുടെ പ്രണയത്തിലൂടെ, അല്ലെങ്കിൽ മീനുകളുടെ വിരഹത്തിലൂടെ, മീനുകളുടെ സംഭാഷണത്തിലൂടെ അങ്ങനെ ചിലത് പറഞ്ഞു വയ്ക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ രസകരമായ ഒന്ന് തന്നെയാണ്. തകഴിയുടെ ചെമ്മീനിൽ തുടങ്ങി പൂവാലൻ ചെമ്മീനിലേക്ക് എത്തി ചെമ്മീനുകളുടെ ഒരു കലഹം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ സംഭാഷണം മധുരതരമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം കരിമീനും ചാളയും തമ്മിലുള്ള സംഭാഷണം മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തരം സാമൂഹ്യ വേർതിരിവുകളെക്കുറിച്ചുമുള്ള വലിയൊരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആരാണ് കരിമീനിന് സംസ്ഥാന മീൻ പദവി കൊടുത്തത്? ഏത് ആളിന് കൈക്കൂലി കൊടുത്തിട്ടാണ് ആ പദവി നേടിയത്? വലിയൊരു ചോദ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാത്തരം വിവേചനങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ അനർഹർ ചിലത് നേടുന്നതിനെക്കുറിച്ച്, അർഹതയുള്ളവർക്കത് കിട്ടാതിരിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ആലോചനകളിലേക്ക് ഈ കവിതാശകലങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നു. അവസാനമായി കവിതാമരം എന്ന കവിതയിൽ കവിയെ സ്വയം അടയാളപ്പെടുത്തുന്നു. എല്ലാ കവികളെയും അടയാളപ്പെടുത്തുകയാണ്. ആ കവിതയിൽ എല്ലാവരാലും നിരാകരിക്കപ്പെട്ട, ഒടുവിൽ ഞാൻ കവി എല്ലാവരാലും നിരാകരിക്കപ്പെട്ട എൻ്റെ കവിത മണ്ണിൽ കുഴിച്ചിട്ടു. പിറ്റേ ദിവസം അവിടെ വളരെ വലിയൊരു മരം മുളച്ചു പൊന്തി. അതിൽ ചുവന്ന പൂക്കളും നക്ഷത്രങ്ങളും ഇടകലർന്ന് പൂത്തുനിന്നു. അതിൻ്റെ ഹരിത പത്രങ്ങളിലെല്ലാം കവിതകളിലെ വരികൾ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. വലിയ ഒരു കാര്യത്തിലേക്ക്, കാലത്തിലേക്ക്, ആലോചനയിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ കവിതയുടെ അവസാനം കവി പറയുകയാണ്, ഇനിയും ഇതുപോലെയുള്ള കവിതകൾ എഴുതിയാൽ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കവിത ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയ പോലീസുകാരൻ ഭ്രാന്തനായി മാറി. നമുക്കറിയാം, സമകാലിക ഇന്ത്യയിൽ എഴുത്തുകാരൻ്റെ വായ് മൂടിക്കെട്ടുന്ന, എഴുത്തുകാരൻ്റെ വിരലുകൾ അറക്കുന്ന, അവരെ ജയിലിലിടുന്ന, കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന, എത്രയോ എഴുത്തുകാരോട് എഴുതരുതെന്നാവശ്യപ്പെടുന്ന ഭരണകൂട പ്രതിലോമ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ഓർമ്മയെ കവി കൂട്ടിക്കൊണ്ടുപോകുന്നു. കവിതാമരത്തിൻ്റെ തണലിലിരുന്ന് കരയാനും ഭിക്ഷയാചിക്കാനും തുടങ്ങി. തൻ്റെ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് എൻ്റെ വരികളിൽ കവിതയില്ലെന്ന് കണ്ണു തുറപ്പിച്ച സാഹിത്യ അക്കാദമി സെക്രട്ടറി ഒരു ദിവസം ഈ മരക്കൊമ്പിൽ തൂങ്ങിച്ചത്തു. അപ്പോഴേക്കും കവിതാമരം വളർന്നുകൊണ്ടേയിരുന്നു. കവിതാമരം വളർന്നുകൊണ്ടേയിരിക്കും. കാരണം കവികൾക്ക് എഴുതാതിരിക്കാൻ കഴിയില്ല. അക്ഷരങ്ങൾക്ക് ചിലയ്ക്കാതിരിക്കാനും ചിലമ്പാതിരിക്കാനും കഴിയില്ല. കവിതകൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഈ കവിതയെ സംഗീത നാടക അക്കാദമിയുടെ മുന്നിൽ ഇപ്പോൾ നടക്കുന്ന നാടകക്കാരുടെ സമരത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആ സമരത്തോടൊപ്പം ചേർത്ത് വയ്ക്കുകയാണ് ഈ കവിതയും. എല്ലാ സാഹിത്യവും, എല്ലാ കലയും മിണ്ടിക്കൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ചുരുങ്ങിയ വാക്കുകളിൽ ഈ പുസ്തകത്തെ ഇങ്ങനെ മാത്രമേ ഇപ്പോൾ പരിചയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന വേദന നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഇനിയും ഏറെ പറയുവാനുണ്ട്, ഒട്ടേറെ പറയുവാനുണ്ട്. ഈ പുസ്തകം മനോഹരമായ ഈ
ഈ ചാള, ബ്രാൽ, ചെമ്മീൻ എന്നീ മത്സ്യങ്ങൾക്ക് പറയാനുള്ളത് എന്ന പ്രിയപ്പെട്ട ബേക്കർ മേത്തലയുടെ പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. ഇതിൽ വായിക്കാനുണ്ട്, അറിയാനുണ്ട്, അനുഭവിക്കാനുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ പുസ്തകത്തെ അറിയാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രീ ബക്കർ മേത്തലയുടെ ചാള, ബ്രാൽ, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന കവിതാ സമാഹാരം PDF രൂപത്തിൽ ഞാൻ കാണുന്നത് 2-3 വർഷങ്ങൾക്ക് മുൻപായിരിക്കണം. ഇപ്പോൾ ഇത് DC ബുക്സ് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ശ്രീ JR പ്രസാദ് വരച്ച ഇലസ്ട്രേഷനുകളോടുകൂടി ഈ കവിതകൾ പുസ്തകരൂപത്തിൽ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് ഇതിലെ കവിതകളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് ഞാൻ എഴുതുകയുണ്ടായി. പ്രകാശം പ്രസരിപ്പിക്കുന്ന കവിതകൾ എന്നായിരുന്നു തലക്കെട്ട്. ഈ ഒരു അവസരത്തിൽ ഈ കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ബക്കർ മേത്തലയുടെ കവിതകളുടെ ഉപരിതലം പൊതുവെ സ്വച്ഛന്തമാണ്. പക്ഷേ വരികൾക്കിടയിലൂടെയുള്ള ജാഗ്രത കലർന്ന സഞ്ചാരങ്ങൾക്കിടയിൽ നമുക്ക് അതിൻ്റെ അടിയൊഴുക്കുകൾ, ഉഗ്രവേഗങ്ങൾ എന്നിവ ഗ്രഹിക്കാനാവും. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രമേയത്തിൻ്റെ പരിസരത്ത് സ്വയം തളച്ചിടപ്പെടാതെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് പടർന്നേറുന്ന ബക്കറിൻ്റെ കവിതകൾ ഒരേ സമയം കാൽപ്പനികവും അകാൽപ്പനികവുമാണ്. കാൽപ്പനികതയുടെ നിലാവെളിച്ചത്തിനിടയിൽ സമകാലിക ജീവിത സത്യങ്ങളുടെ പാരുഷ്യം തീർക്കുന്ന കറുത്ത നിഴലുകൾ കൂടി ഇടകലർന്ന് ആഹ്ലാദത്തിന്റെ ആരവങ്ങൾക്കിടയിലും അതിനെ ഭേദിക്കുന്ന വിധത്തിലുള്ള നിലവിളികൾ കൂടിക്കഴിഞ്ഞ് ഈ കവിതകൾ ജീവിതത്തിന്റെ സത്യസന്ധമായ ആവിഷ്കാരമാകുന്നു. ബക്കറിന്റെ ചാള, ബ്രാല്, ചെമ്മീൻ തുടങ്ങിയ മത്സ്യങ്ങളെക്കുറിച്ച് എന്ന കവിതാ സമാഹാരത്തിലൂടെ കടന്നുപോയപ്പോൾ തോന്നിയ വിചാരങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പ്രണയം, വിപ്ലവം, സ്ത്രീവാദം, സാമൂഹികത എന്നീ പദങ്ങളുടെ അർത്ഥത്തിൻ്റെയും ആശയത്തിൻ്റെയും ആഴവും പരപ്പും കുറഞ്ഞ് അത് മറ്റെന്തൊക്കെയോ ആയി മാറാൻ തുടങ്ങുന്ന ഒരു കാലത്തിൻ്റെ ദശാസന്ധിയിൽ നിന്നുകൊണ്ട് ഈ വികാരങ്ങളെയും അവസ്ഥാവിശേഷങ്ങളെയും അതിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ബക്കർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കവിതകൾ സാമൂഹികതയുടെ ഒരു തണലായി പരക്കുന്നതും വ്യക്തിപരതയുടെ ആത്മബോധങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു തീക്ഷ്ണ ബിന്ദുവായി ജ്വലിക്കുന്നതും. അതിനാൽ ഈ സമാഹാരത്തിലെ കവിതകളെ പ്രകാശം പ്രസരിപ്പിക്കുന്ന കവിതകൾ എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കടലിന് ദാഹിക്കുമ്പോൾ, തീപക്ഷി, ഞങ്ങളും ഒന്ന് തൊട്ടോട്ടെ, കേൾക്കാം ചില ശബ്ദങ്ങൾ എന്നീ കവിതയിലെ കാൽപ്പനികത്വം പൂവിട്ട് നിൽക്കുന്നത് കാണാം. കടലിന് ദാഹിക്കുമ്പോൾ കടൽ എന്താണ് ചെയ്യുക? ആലോചിച്ചിട്ടുണ്ടോ? സ്വയം പാനം ചെയ്യുകയല്ലാതെ മറ്റെന്ത് വഴിയാണതിനുള്ളത്? അതും എങ്ങനെയുള്ള വെള്ളം? നമുക്കെല്ലാം വെറും ഉപ്പുവെള്ളമെന്ന് തോന്നുന്ന അതിൽ ഇളവയിൽ ചാലിച്ച് ചേർത്തിട്ടുള്ളതായി ഈ കവി കാണുന്നുണ്ട്. ഉച്ചവെയിൽ അതിൽ ഉരുക്കി ഒഴിച്ചിട്ടുമുണ്ട്. അസ്തമയ ശോഭയെ ലയിപ്പിച്ചിട്ടുണ്ട്. നിലാവും നക്ഷത്രങ്ങളും പിഴിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം ഹൃദയത്തിലേക്ക് തുള്ളി തുള്ളിയായി ഇറ്റിച്ചാണ് ദാഹം തീർക്കൽ. കണ്ടോ കടൽ വെള്ളത്തിന്റെ ദുസ്വാദ് പോയിപ്പോയത്. ഇനി ഒരു തീപക്ഷിയെക്കുറിച്ച് കവിക്ക് പറയാനുള്ളത് നോക്കൂ. വെയിലും തീയും തിന്നുന്നതിന് ഒരു പക്ഷി തിന്ന് ഒരു പക്ഷി തീപക്ഷിയായത്രേ. അത്തരമൊരു പക്ഷിക്ക് മധുരിത ഗാനങ്ങൾ പാടുക വയ്യ. പകരം ആകാശവും ഭൂമിയും ചുട്ടുപൊള്ളിക്കുന്ന പാട്ടുകളാണ് അവൻ പാടുന്നത്. തീയിൽ കുരുത്ത അവൻ ശക്തനുമാണ്. മരങ്ങൾ തലകീഴായി കുഴിച്ചിട്ട് വേരുകളിൽ നിന്നും പഴമുതിർത്താൻ പര്യാപ്തനാണ്. നക്ഷത്രങ്ങൾ അടർത്തിയെടുത്ത് അമ്മാനമാടാനുമാവും. ഇത്ര പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും കരുത്താർജിച്ച് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർക്കൊള്ളുന്നവനാണ് അവൻ എന്ന പ്രതീക്ഷ നൽകുന്നു ഈ കവിത. കവി A. അയ്യപ്പന്റെ ജീവിതവുമായി ചേർത്തുവെച്ച കവിതയാണ് തീപക്ഷി. ഞങ്ങളും എന്ന് തൊട്ടോട്ടെ എന്ന കവിതയിൽ സാധാരണീയതയിൽ തളച്ചിടപ്പെട്ടതിനാൽ ബോറടിക്കുന്ന പൂവിന്റെ മോഹങ്ങളാണുള്ളത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ശ്രദ്ധേയമായ ഒരു കവിതയാണിത്. സ്ത്രൈണതയുടെ ചട്ടക്കൂട്ടിൽ തളയ്ക്കപ്പെടുന്ന പൂക്കൾക്കുമുണ്ട് ചിലപ്പോഴെങ്കിലും പൗരുഷം കൈക്കൊള്ളാൻ മോഹം. ഉഭയലിംഗത്വം അവകാശപ്പെടുന്നവരാവണം അവർ. ജന്മനാ സ്ത്രീ സ്വഭാവികളെങ്കിലും
ഭൂമിയുടെ മാറു തുളച്ച് ജഘനം പിളർന്ന് വേരുകളെപ്പോലെ ഞങ്ങളും കുടിക്കട്ടെ ജലം എന്നതത്രേ ആശയും അന്തർഗതവും. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു മനോഹരമായ തുറന്നെഴുത്താകുന്നു ഈ കവിത. ലിംഗാവകാശങ്ങൾ ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഈ കവിതയുടെ പ്രസക്തി ഏറെയാണ്. മൗനത്തോട് സമ്മതിക്കുന്ന ദീപസുന്ദരമായ കവിതയാണ് കേൾക്കാം ചില ശബ്ദങ്ങൾ. അതെ, ചിലത് അങ്ങനെയാണ്. ധ്യാനാത്മകമായും ധ്വന്യാത്മകമായും വേണം ഇടപെടൽ ഇഴചേരൽ. ഭൂമിയുടെ ഹൃദയത്തോട് ചെവി ചേർത്ത് വയ്ക്കുകയാണ് കവി. അപ്പോൾ കേൾക്കുന്നതോ സാധാരണ നാം കേൾക്കുന്നതൊന്നുമല്ല, സാക്ഷാത്കരിക്കപ്പെടാത്ത പ്രണയവുമായി ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരായ ആത്മാവുകൾ ഇണചേരുന്നതിന്റെ കിതപ്പുകൾ കേൾക്കാനാവുമത്രേ കവിക്ക്. പിന്നെയോ ഒന്നുകൂടി ശ്രദ്ധിച്ചാലോ, പൂവിന്റെ മണമായി പുലരാൻ കൊതിക്കുന്ന വിത്തുകൾ കൺമിഴിക്കുന്ന അതിലോലമായ സ്വരവും ശ്രവിക്കാം. പ്രത്യേക സംവേദനക്ഷമതയും അതീന്ദ്രിയ സിദ്ധിയും കൈവശമുള്ളവർക്കേ ഇതൊക്കെ സാധ്യമാവൂ, അല്ലേ? സംശയം വേണ്ട, തീർച്ചയായും അവനാണ് കവി. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ചില സന്ദേഹങ്ങൾ, സംശയങ്ങൾ, ഒരുപക്ഷെ അസാധാരണമെന്ന് തോന്നാവുന്നത് വെച്ചു പുലർത്തുന്നവനും കൂടിയാണ് കവി. ഒരേ സമയം കാൽപ്പനികവും അകാൽപ്പനികവുമാണ്. കവി ചോദിക്കുന്നു, കവിത അറിയില്ലേ? അറിയില്ല. ജലാശയത്തിൽ മുങ്ങിത്താഴുന്ന ഒരു നക്ഷത്രത്തെ രാപ്പാടി തന്റെ പാട്ടുകൾ കൊണ്ട് ഉയർപ്പിച്ചത് ഏത് കാട്ടുപൂക്കളോട് ചേർക്കാനാണ്? എന്നും കരിഞ്ഞ മാംസത്തിന്റെ മണം വഹിച്ചു വരുന്ന കാറ്റിനെ ഒരു കാട്ടുമാക്കാൻ മൂക്കുവിടർത്തി വിളിച്ചു കയറ്റുന്നത് ഏത് പിശാചിന് മന്ത്രമൊരു കഴിക്കാനാണ്? ഏത് കവിയാണ് പ്രണയത്തെ ഒന്ന് തൊടാതെയുള്ളത്? എത്ര എഴുതിയിട്ടും പാടിയിട്ടും പുതുമ വറ്റാത്ത പ്രമേയമാണല്ലോ പ്രണയം. പ്രണയം എല്ലാത്തിനും ഒരു പുതിയ കാഴ്ച തരുന്നു, മാനങ്ങൾ തരുന്നു, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. അതൊരുപക്ഷെ സാമാന്യ ബുദ്ധിക്കും യുക്തികൾക്കും അപ്പുറത്തുമായിരിക്കാം. നിന്റെ പേരെഴുതിയപ്പോൾ എന്ന പ്രണയാർദ്രമായ കവിത നോക്കൂ. ഞാനൊരു പൂമ്പാറ്റയെ വരച്ചു, താഴെ നിന്റെ പേരെഴുതി, അപ്പോൾ അത് ചിറകടിച്ചു. പ്രണയിനിയുടെ പേരെഴുതി കാണുന്നത് പോലും എത്ര മനോഹരമായ കാഴ്ചയാണ്. പകരം എന്ന കവിതയിലാകട്ടെ വേദാന്തിയായ ഒരു കാമുകനാണുള്ളത്. കാമുകിക്കായി കവി കൊടുത്തത് ദൈവം ഭൂമിയോട് സുതാര്യം പറയുന്ന നിമിഷങ്ങളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ വിരിഞ്ഞ ഒരു പേരില്ലാ പൂവ്. അതെങ്ങനെയുള്ള പൂവാണ്? സ്നേഹത്തിന്റെ സുഗന്ധം പ്രസരിക്കുന്നത്. പക്ഷേ പകരം കിട്ടിയതോ നരകവും ചെകുത്താനും ഇണചേർന്നപ്പോൾ കിട്ടിയ താക്കോൽ, മരണത്തിന്റെ വാതിൽ തുറക്കാൻ. കാരണം വളരെ വ്യക്തമാണ്, പ്രണയം മരണവുമാണ്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കവിയും ഒരു സാമൂഹ്യ ജീവി തന്നെയാണ്. ചില കാഴ്ചകൾക്ക് നേരെ അവന് അന്ധനാവാൻ വയ്യ. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ നിന്നുള്ളതുമാവാം. കാഴ്ച എന്ന കവിത മനം മടുപ്പിക്കുന്ന അനേകം ദൃശ്യങ്ങൾക്കൊപ്പം പ്രതീക്ഷയേകുന്ന ഒരു കാഴ്ചയ്ക്കും കവി സാക്ഷിയാകുന്നുണ്ട്. തൈ നടുന്ന ഒരു കിഴവന്റെയും അതിന്റെ തടത്തിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടേതും ആണത്. വെള്ളം മുഴുവൻ തന്റെ വിണ്ടുവരണ്ട മനസ്സിലേക്ക് കിനിഞ്ഞിറങ്ങുകയാണ്. എന്തുകൊണ്ടാവും അത്? പഴയ തലമുറ മനസ്സറിഞ്ഞ് അടുത്തതിലേക്ക് പകരുന്ന പുണ്യഫലത്തിന്റെ വിത്തുകൾ വളരാനുള്ള നനവ് പകരുന്ന പുത്തൻ തലമുറയുടെ ഹൃദയാവർജകമായ ഒരു കാഴ്ചയാണ് ഈ കവിത പകർന്നു തരുന്നത്. ഇത്തരമൊരു ഉൾക്കാഴ്ചയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരാൾക്ക് കവിയാവുക വയ്യ. ഈ മനുഷ്യത്വമാകട്ടെ ഒരു സങ്കുചിത വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്നുമില്ല. എവിടെയൊക്കെ മനുഷ്യൻ ദുഃഖിക്കുന്നുവോ അവിടെയൊക്കെ അത് ചെന്നെത്തണം. അലിവുള്ള കവിമിഴികൾ നനയണം, അതോടുകൂടി ഹൃദയവും. അഫ്ഗാനിസ്ഥാനിലെ ഖനിഗാലിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിൽ കല്യാണ വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ടിരുന്ന പോപ്പോഗുലിന് സമർപ്പിച്ചതാണ് സൂചിയും നൂലും എന്ന കവിത. സമാധാനം പുലരണേ എന്ന പ്രാർത്ഥനയാണ് കവിക്കതിലുള്ളത്. ദേശത്തിനതീതമായി ചിന്തിക്കുക എന്നാൽ മതത്തിനതീതനായി ചിന്തിക്കുക എന്നുകൂടിയാണ് അർത്ഥം. എല്ലാ ദൈവങ്ങളുടെയും പടം
വിൽപ്പനക്കാരൻ എന്ന കവിതയിൽ എല്ലാ ദൈവങ്ങളുടെയും പടം ഒന്നുപോലെ വിറ്റിരുന്ന ഒരു സാധു മനുഷ്യനാണുള്ളത്. നീ ഞങ്ങളുടെ ദൈവത്തിന്റെ പടം മാത്രം വിറ്റാൽ മതി എന്ന് കൽപ്പിച്ചവരുടെ വിഡ്ഢിത്തം കേട്ട് ചിരിച്ചത് പടം വിൽപ്പനക്കാരൻ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള സത്യാന്വേഷി കൂടിയാണ്. അവിടെ കൊല ചെയ്യപ്പെടുന്നതും നമ്മുടെയൊക്കെ നിസ്സഹായതയാണ്. പക്ഷെ എക്കാലത്തും ഭ്രാന്തന്മാർ, കലാകാരന്മാർ നിലനിൽക്കുക തന്നെ ചെയ്യും. അവർ മരണത്തിൽ നിന്ന് മനുഷ്യരെ ഉയർത്തെണീപ്പിച്ച് ദൈവങ്ങളാക്കി മാറ്റും എന്ന മഹത്തായ ആശയവും ഈ കവിത പ്രകീർത്തിക്കുന്നുണ്ട്. ഏത് മനുഷ്യകഥാനുകായിയും ഉള്ളിലൊരു വിപ്ലവ തീജ്വാല പേരുന്നുണ്ടാവും. അന്യരുടെ ദുഃഖത്തിലുള്ള അനുതാപം ദുഃഖഹേതുവിന്റെ അന്വേഷണത്തിലേക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള പ്രതികരണത്തിലേക്കും അവനെ നയിക്കുന്നുണ്ട്. മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ തന്നെ ഇത്തരം ചില സംഘർഷങ്ങളാൽ സ്വയം നീറുന്നവനാവും കവി. ചിലപ്പോഴാകട്ടെ അത് ഒരു ആത്മാന്വേഷണമായി മാറുകയും ചെയ്യും. കർമ്മവശാൽ കവിയായവന് ഒടുവിൽ ഒരു കവിതയേക്കാൾ മഹത്താണ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം എന്ന ആത്യന്തികമായ തിരിച്ചറിവ് നൽകുന്നു. എന്നിട്ടോ അയാൾ പിന്നെയും കവിത എഴുതുകയല്ല, മറിച്ച് അവസാനമായി എഴുതിയ വരികൾ ഉറക്കെ പാടിക്കൊണ്ട് മണ്ണിലിറങ്ങുകയാണ്, ഒരു പിടി വിത്തും ഒരു കൈക്കോട്ടുമായി. ഇവിടെ മനുഷ്യൻ ഉയർക്കൊള്ളുന്ന സുന്ദരമായ കാഴ്ചയ്ക്ക് നാം സാക്ഷിയാവുകയാണ്. മണ്ണിൽ നിന്ന് വേറിട്ട് ഒരു മനുഷ്യന്, ഒരു കവിതയ്ക്ക് നിലനിൽപ്പില്ല എന്നുകൂടി നാം ഇവിടെ ഓർക്കുക. സഹജവാസനയാൽ പ്രേരിതനായി സത്യത്തെ കണ്ടെത്തുന്നതിന്റെ മനോഹാരിതയാണ് ഈ കവിതയിലുള്ളത്. കടുത്ത ആക്ഷേപഹാസ്യത്താൽ ചാലിച്ചെടുത്ത കുറച്ച് കവിതകളും കൂടി ഇതിലുണ്ട്. ശബ്ദധാരാവലി ഒരു സ്ത്രീപക്ഷ കവിതയാണ്. സ്ത്രീ എന്ന നിർവചനത്തിന് ഈ കവിത ഒരു തിരുത്താവശ്യപ്പെടുന്നുണ്ട്. കവികളെന്ന് ഭാവിക്കുന്നവർക്ക് നേരെ തൊടുത്തുവിട്ട മൂർച്ചയേറിയ പരിഹാസത്തിന്റെ ഒരമ്പാണ് കവിസംഘം അഥവാ 7 കവികൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഒത്തുകൂടിയ ദിവസം എന്ന കവിത. എങ്കിലും ചന്ദ്രികയെ ചാളയ്ക്കും ചിലത് പറയാനുണ്ട്. ഒരു മരം ദൈവത്തോടും പ്രേംനസീറിനോടും സംസാരിച്ചത് എന്നീ കവിതകൾ നമുക്കൊക്കെ നീളുന്ന ചൂണ്ടുവിരലുകളാണ്. പ്രണയത്തിന്റെ മൃദുലഭാവത്തിൽ തരളിതനായ കവിയല്ല നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി കവിതയെക്കുറിച്ചുള്ള ചില കവിതകളും കൂടി ഇതിലുണ്ട്. നമ്മളെപ്പോഴും പുതുകവിത എന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു നാൾ അതുക്കും മേലെ മറ്റൊരു പുതുകവിത വരികയും നിലവിലുള്ളതിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുമെന്ന അപ്രിയ സത്യം ഭംഗിയായി അവതരിപ്പിക്കുന്നു ആനറാഞ്ചി പക്ഷി എന്ന കവിതയിൽ. കവിത എങ്ങനെയൊക്കെ അഭയവും ആശ്വാസവുമായി തീരുന്നു എന്നതിന്റെ ഉദാഹരണങ്ങൾ കൂടിയാണ്. അശുഭചിന്തകളും സ്വയം വിനാശകാരികളായ ശക്തികളും ബാഹ്യപ്രേരണകളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെയുണ്ടെങ്കിലും ബക്കറിന്റെ മിക്ക കവിതകളും ഒരു ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ പ്രതീക്ഷ കൊണ്ടേ ഈ ലോകത്തിൽ നമുക്ക് തുടരാനാവും. പ്രത്യേകിച്ചും കോവിഡ് എന്ന മഹാമാരി നമ്മളെയൊക്കെ വല്ലാതെ ഗ്രഹിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ ശുഭപ്രതീക്ഷയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുക? ഇത്തരം ശുഭപ്രതീക്ഷ തരാനാണ് കവികളും കഥാകാരന്മാരും കലാകാരന്മാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഷയുടെ നൈസർഗികമായ ഒഴുക്ക്, നിരീക്ഷണങ്ങളുടെ പുതുമ, രചനയിലെ അക്ലിഷ്ടത, പല കവിതകളിലും തളം കെട്ടി നിൽക്കുന്ന മൗനവും നിശബ്ദതയും പ്രസരിപ്പിക്കുന്ന പ്രകാശത്തിന്റെ തുടിപ്പുകൾ. ബക്കറിന്റെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ജീവിതം സുന്ദരമെന്ന് തന്നെ തോന്നും. അതുകൊണ്ട് ബക്കറിന്റെ കവിതകളെ പൊതുവെ പ്രകാശം പ്രസരിപ്പിക്കുന്ന കവിതകൾ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ കവിതകളിലൂടെ കടന്നു പോകുന്ന എല്ലാ വായനക്കാർക്കും അത് തന്നെ തോന്നും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ കവിതകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും പ്രകാശത്തിൻ്റെ രശ്മികൾ വന്നുദിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ ചാള, ബ്രാലി, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന കൃതിയുടെ പ്രകാശനകർമ്മം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രകാശനകർമ്മത്തിൽ പങ്കാളികളായ മുഴുവൻ പേരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പ്രകാശനകർമ്മത്തിന് വേദിയൊരുക്കിയത് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വായനശാലയാണ്. അതിലെ മുഴുവൻ പ്രവർത്തകരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
വിശേഷിച്ചും UT പ്രേംനാഥിനോട്. പ്രേംനാഥ് ഈ പുസ്തകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഒപ്പം നിന്ന ഒരാളാണ്. പ്രേംനാഥ് എനിക്കൊരു ഊർജം തന്നുകൊണ്ടിരുന്നു. ഈ പുസ്തകം പുറത്തിറക്കാൻ വേണ്ട ഒരു സാന്നിധ്യം എപ്പോഴും, അല്ലെങ്കിൽ നിരന്തരമായി അദ്ദേഹം എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട UT പ്രേംനാഥിന് ഓട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത ചിത്രകാരനായ മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റായിരുന്ന JR പ്രസാദാണ്. അദ്ദേഹമാണ് ഈ പുസ്തകത്തിലേക്ക് വേണ്ട ഇല്ലസ്ട്രേഷൻ നിർവഹിച്ചത്. 30ഓളം ചിത്രങ്ങൾ വരച്ചതെന്ന് കവിതയുടെ ആത്മാവുമായി ബന്ധപ്പെടുന്ന തരത്തിൽ ചിത്രീകരണം നടത്തിക്കൊണ്ട് കവിതയും ചിത്രവും തമ്മിൽ എങ്ങനെയൊക്കെയാണ് ഒരു പാരസ്പര്യം ഉണ്ടാവുക എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി അദ്ദേഹത്തിൻ്റെ വരകളൊക്കെ ഇതിലങ്ങ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം ഉദ്ഘാടനത്തിന് വേണ്ട പ്രസംഗം അയച്ചെന്ന് സഹകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹാദരങ്ങളോടെ തന്നെ അടയാളപ്പെടുത്തുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് കേരളത്തിലെ അതിപ്രശസ്തനായ, മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കുരീപ്പുഴ ശ്രീകുമാറാണ്. കുരീപ്പുഴ ശ്രീകുമാർ പുസ്തകം പ്രകാശിപ്പിക്കുകയും എൻ്റെ സുഹൃത്തും ശിഷ്യനും അഭ്യുദയകാംക്ഷിയൊക്കെയായ ശ്രീ MS ബനേഷ് അത് സ്വീകരിക്കുകയും ചെയ്തു. രണ്ടുപേരും ഈ കവിതാപുസ്തകത്തോട് വേണ്ടത്ര നീതി പുലർത്തിക്കൊണ്ടാണ് ആ കർമ്മം നിർവഹിച്ചത്. അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അവർക്കും ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹം പകുത്തു നൽകുകയാണ്. ഈ കൃതിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ആംഗിളുകളിൽ നിന്നുകൊണ്ട് അവരുടേതായ രീതിയിൽ വിലയിരുത്തുന്ന വാക്കുകൾ കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ 4 പേരുണ്ട്. ആ 4 പേരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ആധുനിക കവിതയെ നിരന്തരം നിരീക്ഷിക്കുകയും കൃത്യമായി വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ VK സുബൈദ, നിരൂപകനും കവിയും അധ്യാപകനുമായ പ്രസാദ് കാക്കശ്ശേരി, നാടക് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരുന്നുകൊണ്ട് നാടകരംഗത്തും സാമൂഹ്യ രംഗത്തും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന J. ശൈലജ, കവയത്രി സന്ധ്യ E എന്നിവരാണ് കവിതകളിലൂടെ കടന്നുപോയി വിലയിരുത്തിക്കൊണ്ട് സംസാരിച്ചത്. അവർക്കുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ കവിതകളെ വ്യത്യസ്ത വീക്ഷണകോണിലൂടെ വിലയിരുത്തി സഹൃദയമദ്യം അവതരിപ്പിച്ചതിൽ അവർ വളരെ ആത്മാർത്ഥമായ സമീപനം കൈക്കൊണ്ടിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് തുമ്പൂർ ലോഹിതാക്ഷൻ മാഷാണ്. തുമ്പൂർ ലോഹിതാക്ഷൻ മാഷയെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. പത്രാധിപരായിരുന്ന, അധ്യാപകനായിരുന്ന, കഥാകൃത്തായിരുന്ന, വിവർത്തകനായിരുന്ന, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ആയിരുന്ന എന്നല്ല, ഇപ്പോഴും ഇതൊക്കെയാണ്. അധ്യാപനവും പത്രപ്രവർത്തനവും ഉപേക്ഷിച്ചെങ്കിലും നിരന്തരമായി എഴുത്തിൻ്റെ മേഖലയിൽ അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടന്നത്. തുമ്പൂർ ലോഹിതാക്ഷൻ മാഷെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചത് UT പ്രേംനാഥാണ്. സംഘാടക സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന സെക്രട്ടറി ആയിട്ടുള്ള UT പ്രേംനാഥ് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ കൂടുതൽ ശോഭയുള്ളതാക്കി. UT പ്രേംനാഥിനെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഈ ചടങ്ങിന് ഔപചാരികമായ ഒരു നന്ദി രേഖപ്പെടുത്തുന്നത് എൻ്റെ സുഹൃത്തായ നോവലിസ്റ്റായ PL തോമസ് കുട്ടിയാണ്. PL തോമസ് കുട്ടിയെയും ഈ സന്ദർഭത്തിൽ ഞാൻ
അളവറ്റ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. എന്തൊക്കെയായാലും നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കവിതാപുസ്തകം സൗകര്യപ്പെടുന്ന വിധം നിങ്ങൾ വായിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രീ ബക്കർ മേത്തലയുടെ ചാള, ബ്രാല്, ചെമ്മീൻ തുടങ്ങിയ ചില മത്സ്യങ്ങളെക്കുറിച്ച് എന്ന കവിതാപുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രസിദ്ധ ചിത്രകാരൻ ശ്രീ ആർട്ടിസ്റ്റ് പ്രസാദിനെ ആദ്യമായി നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സാഹിത്യകാരനും വിവർത്തകനുമായ ശ്രീ തുമ്പൂർ ലോഹിതാക്ഷൻ മാഷാണ്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. കവിതാപുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ, സ്വീകരിച്ച ശ്രീ MS ബനേഷ് എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കവിതാപുസ്തകം വിലയിരുത്തി സംസാരിച്ച ശ്രീമതി പ്രൊഫസർ VK സുബൈദ, ശ്രീ പ്രസാദ് കാക്കശ്ശേരി, ശ്രീമതി J ശൈലജ, ശ്രീമതി E സന്ധ്യ എന്നിവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. സ്വാഗതം ആശംസിച്ച പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ലൈബ്രറി സെക്രട്ടറി ശ്രീ UT പ്രേംനാഥിനും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത സഹൃദരായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.